ഗായ്സ്, വെൽക്കം ടു മൈ കുട്ടി വ്ലോഗ്. അപ്പോൾ ഞാൻ ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ സാറ്റർഡേ ഞാൻ എപ്പോഴും മമ്മിയുടെ വീട്ടിലേക്കാണ് പോവാറുള്ളത്. അതായത് മമ്മിയുടെ വീട്ടിൽ വെച്ച് എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോവും. അപ്പോൾ സാറ്റർഡേ വൈകിട്ട് പോയിട്ട് സൺഡേ ആണ് തിരിച്ച് വൈകിട്ട് വീട്ടിലേക്ക് പോകുന്നത്. പിള്ളേരൊക്കെ മമ്മി പിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക വീട്ടിൽ. മഴ ഇങ്ങനെ ചാറുന്നുണ്ട്. അപ്പോൾ എപ്പോഴുള്ളതാണ് വീട്ടിലേക്ക് പോകുമ്പോൾ മമ്മി എന്തെങ്കിലും ഒരു സാധനം മേടിക്കുക. പിന്നെ എന്നോട് തേങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ മേടിച്ച് പിന്നെ ഒരു പാക്കറ്റ് കപ്പലണ്ടി എൻ്റെ വീക്ക്നെസ്സാണ്. അപ്പോൾ ഇനി ബാക്കി വീട്ടിൽ പോയിട്ട് അപ്പോൾ ഞാൻ എൻ്റെ മമ്മിയുടെ വീട്ടിലെത്തി. എനിക്ക് എൻ്റെ സ്വന്തം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പം മിസ് ചെയ്യുന്നത്. കാണിച്ചു തരാം കേട്ടോ ഞാൻ എന്താ ചെയ്യണേന്ന്. ഈ കാണുന്നതാണ് എൻ്റെ മമ്മിയുടെ ചെടി കളക്ഷൻസ്. ഇതാണ് എൻ്റെ മമ്മിയുടെ വീട്. അപ്പോൾ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് സന്ധ്യയായി. അപ്പം മമ്മി വിളക്കൊക്കെ കത്തിക്കുക, പിള്ളേർ കുളിച്ച് മേലൊക്കെ കഴുകി റെഡി ആയിട്ടിരിക്കുക കേട്ടോ. അത് എന്നെ കണ്ടപ്പോൾ ഒരാൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കണേ കേട്ടോ. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. വീട്ടിൽ വന്നാൽ അപ്പം തന്നെ കുറച്ച് നേരം സെറ്റ് ചെയ്തിരിക്കും. അവിടെ ആകുമ്പോഴത്തേക്കും ഓടിത്തന്നെ പോയിട്ട് ഒരു ചായ ഉണ്ടാക്കും. ഇവിടെ നിന്ന് ഒന്നുമില്ല, ഞാനിങ്ങനെ റിലാക്സ് ആയിട്ടിരിക്കും. അല്ലേ ഈശ? അതെ. മമ്മിയുടെ അടുത്ത് ഇരിക്കുമ്പോൾ മാത്രമേ എനിക്ക് കറക്റ്റായിട്ട് വന്ന് ഓഫീസിൽ നിന്ന് വന്ന് മേല് കഴുകി ഒക്കെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നേരെ ഞാൻ അടുക്കളയിൽ പോയിട്ടാണ് എല്ലാം പരിപാടി കഴിഞ്ഞ് എല്ലാവരും ചായ കൊടുത്തൊന്ന് സെറ്റിലാക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ മേലെഴുതാൻ പോകുന്നത്. പിന്നെ ഇപ്പോൾ കുറേ ബാക്ക്ഗ്രൗണ്ട് കുറേ സൗണ്ടുകൾ കാണും. കാരണം വീടിൻ്റെ അടുത്ത് ഏതോ ഉത്സവം എന്തോ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ശബ്ദമൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കട്ടെ. അപ്പോൾ ഞാൻ മേലഴുകി റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ എനിക്ക് പുറത്ത് മമ്മി ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. കാഞ്ചരാട്ട മമ്മി എനിക്ക് ചായയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണം. കണ്ട, ഞാൻ പറഞ്ഞില്ലേ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും മമ്മി എനിക്ക് വേണ്ടിയിട്ട്. ചായ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചായയും സ്നാക്സും കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ പീക്കിരി. ഞാൻ പൊതുവേ വൈകിട്ട് ചായ കുടിക്കാറില്ല. ചായ കുടിക്കാത്ത മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒറ്റയ്ക്ക് തന്നെ ഉണ്ടാക്കി കുടിക്കാം. അതെനിക്ക് ഭയങ്കര മടിയാണ് വൈകിട്ട് ഓഫീസിൽ നിന്ന്. ബാക്കി എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും, പക്ഷേ എനിക്ക് ഉണ്ടാക്കി കുടിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അങ്ങനെ മമ്മി എനിക്ക് നല്ലൊരു സൂപ്പർ ചായ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ചായ സ്നാക്സ് ആയിട്ട് ചുമ്മാ കപ്പലണ്ടി, ആസ് യൂഷ്വൽ എൻ്റെ ഫേവറേറ്റ് കപ്പലണ്ടി. പിന്നെ ഇരുന്നിട്ട് ഇന്ന് ARM സിനിമ കണ്ടുകൊണ്ടിരിക്കണം. ഇങ്ങനെയൊക്കെ വല്ലപ്പോഴേ ചാൻസ് കിട്ടുള്ളൂ കേട്ടോ എനിക്ക്. പിന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞ് പോകുന്ന എല്ലാ പെണ്ണുങ്ങളുടെയും കാര്യം തന്നെയാണല്ലോ. സ്വന്തം വീട്ടിലേക്ക് വരുമ്പോഴാണ് നമുക്ക് കുറച്ച് കൂടുതൽ നേരമൊക്കെ ഇങ്ങനെ കിടക്കാനും റിലാക്സ് ചെയ്യാനും കിച്ചണിലൊന്ന് കയറാണ്ടിരിക്കാനൊക്കെ ഒരു അവസരം കിട്ടും. അപ്പോൾ ആ അവസരം ഞാൻ നല്ല രീതിയിൽ മുതലാക്കാറുണ്ട്. അപ്പോൾ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ റിലാക്സ് ആയിട്ട് മമ്മിയുടെ ഒപ്പം ഒന്ന് സംസാരിക്കുകയാണ്. TV ആണ്. അപ്പോൾ ഡിന്നർ ടൈമായി. ഡിന്നറിന് ഇവിടെ മമ്മി വഴുതനങ്ങയുടെ ഒരു കറി വെച്ചിട്ടുണ്ട്, പിന്നെ ചാളക്കറി ഉണ്ട്. ഇതൊക്കെ കൂട്ടിയാണ് ഇന്നത്തെ ഡിന്നർ. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ പോണെയാണ്. എൻ്റെ വീട്ടിലെല്ലാം ഈ പറഞ്ഞ പോലെ ബംഗാളി ഫുഡാണ്. അപ്പോൾ കുറച്ച് വെജിറ്റബിൾസും മീൻകറി ഒക്കെ ബംഗാളി സ്റ്റൈലിലുള്ളതാണ്. പിന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റിയാണ്. കുറച്ച് നാരങ്ങ അച്ചാറുണ്ട്, എൻ്റെ മമ്മി ഉണ്ടാക്കിയ. സൂപ്പർ എന്ന് വെച്ചാൽ അടിപൊളി. ഞാൻ വെജിറ്റബിൾസ് ഒക്കെ ഒത്തിരി കഴിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇന്ന് വഴുതനങ്ങ കറി കൂട്ടിയൊക്കെയാണ് ചോറിന്. പിന്നെ ചാളക്കറിയും ഉണ്ട്. അപ്പോൾ വഴുതനങ്ങ എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഡീഗ്രേഡഡ് ആയിട്ടുള്ള വെജിറ്റബിളാണ്, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറി. ആരെങ്കിലും ചോദിക്കുന്നത് എന്താണ് എൻ്റെ കംഫർട്ട് ഫുഡ് എന്ന് പറഞ്ഞാൽ ഇതാട്ടെ എൻ്റെ കംഫർട്ട് ഫുഡ് എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റിയാണ്. ഒരുപാട് മസാലയൊന്നും ഇല്ല, ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ളൊരു മസാലയാണ്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടില്ല കേട്ടോ. ലൈക്ക് ഒരുപാട് മസാല കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടില്ല. വളരെ ലൈറ്റ് മസാലയാണ്, ഭയങ്കര ടേസ്റ്റിയാണ്, ഭയങ്കര കംഫർട്ട് ഫുഡ്. ഇത് കഴിച്ചിട്ട് ഉറങ്ങിയാലും നമുക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നില്ല വൈകിട്ട്. സാധാരണ മസാലയൊക്കെ ഇട്ട് കഴിക്കുമ്പോഴത്തേക്കും ഒരു തികട്ടി വരത്തിലൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും ഇതൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല കേട്ടോ.
അപ്പോൾ ഞാനിനി എൻ്റെ ഡിന്നർ ഒന്ന് എൻജോയ് ചെയ്യട്ടെ കേട്ടോ. നമുക്ക് പൊതുവെ അങ്ങനെയാണല്ലോ, നമ്മുടെ വീട്ടിൽ അമ്മയൊക്കെ ഉണ്ടാക്കി തന്നെ ഫുഡൊക്കെ എൻജോയ് ചെയ്ത് കഴിക്കുക. ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതൊക്കെ ശരിക്കും മിസ് ചെയ്യില്ലേ? ഞാൻ ഒത്തിരി മിസ് ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെയൊക്കെ മിസ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഓടി വരും. അപ്പോൾ ഇതേ പുറകിലെ ഏറെ മൂവി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതും കണ്ട് മമ്മിയായിട്ട് സംസാരിച്ച് ചോറ് തിന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞ് നല്ല ഫീലിംഗ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും ഫുഡ് രാത്രി കഴിക്കാറില്ല കേട്ടോ. ഒന്നാമത് എനിക്ക് ഒറ്റയ്ക്ക് കുക്ക് ചെയ്ത് കഴിക്കുന്നത് തീരെ ഇഷ്ടമില്ല. ഞാൻ ചിലപ്പോൾ ഒരു മുട്ട ബുൾസായോ അല്ലെങ്കിൽ കുറച്ച് സാലഡോ ഇത് മാത്രം കഴിക്കും, വേറെ ഒന്നും കഴിക്കില്ല. ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോഴാണ് ഭയങ്കര കൊതി കൂടിയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും മമ്മീൻ്റെ ഒരു ബംഗാളി ടൈപ്പ് എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി, ബംഗാളി ഡിഷസൊക്കെ ഉണ്ടാക്കി തരാം. അപ്പോൾ അതൊക്കെ കഴിക്കും. അപ്പോൾ കഴിച്ച് ആകെ ഫില്ലായിട്ടിരിക്കണതാണ് ഞാൻ. ഇനി നേരെ കയറി കിടന്ന് ഉറങ്ങാം, അത്രയേ ഉള്ളൂ. ഇവിടെ നിന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആ ടേബിളിൽ നിന്ന് പ്ലേറ്റ് പോലും എടുക്കൂല കേട്ടോ. അത്രയും മടിയായിരിക്കും. എനിക്ക് എങ്ങനെയാണെന്നറിയില്ല. സ്വന്തം വീട്ടിൽ വന്നാൽ എനിക്ക് എവിടെയെന്നൊക്കെ ഒരു മടി കയറി വരും. ഇപ്പം ഭക്ഷണം കഴിച്ച് ഇനി കുറച്ച് കഴിഞ്ഞാൽ പോയി കിടന്ന് ഉറങ്ങും, അത്രയേ ഉള്ളൂ. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇനി കയറി കിടന്ന് ഉറങ്ങും. അപ്പോൾ ഇനി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോഴത്തേക്കും ബൈ.